ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ ലോകത്തിൽ കാണപ്പെടുന്ന വസ്തുക്കളെല്ലാം സത്യമാണ് എന്ന് ഭ്രമിച്ച് അവയുടെ സമ്പാദനത്തിനു വേണ്ടിയാണ് ആയുഷ്കാലം മുഴുവൻ ഓരോ മനുഷ്യനും വിനിയോഗിക്കുന്നത്. പക്ഷേ അവസാനം ദേഹം ജീർണിച്ച് ഒന്നിനും പറ്റാതെയാകുമ്പോൾ താൻ ഇതുവരെ നേടിയവ ഒന്നും തന്നെ തനിക്ക് സഹായകമല്ല എന്ന വ്യാകുലതയാൽ ഓരോ സെക്കൻഡും നിരാശരായി കഴിയുകയാണ് പലരുടെയും അവസ്ഥ. അതാണ് ഈ ലോക വസ്തുക്കളെ കണ്ട് അതിൽ സംതൃപ്തി ഉണ്ടാവും എന്ന് കരുതുന്നു. കാഴ്ചകൾ, അതുകൊണ്ടൊരു കവി പറയുകയാണ്, കാഴ്ചകൾ കണ്ടു കണ്ടിങ്ങ് നിങ്ങൾ കാണേണ്ടതെങ്ങോ മറഞ്ഞു, ലക്ഷ്യം പുറത്തല്ലടുത്താണ് അകത്താണ് അനശ്വരാത്മാനന്ദ വസ്തു. കാഴ്ചകൾ കണ്ടു കണ്ടിങ്ങ് നിങ്ങൾ, ഇവിടെയുള്ള ഈ കാഴ്ചകളെല്ലാം കണ്ട് ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് കരുതി ഇതിൻ്റെ പിന്നാലെ പോയി കാണേണ്ടതെങ്ങോ മറഞ്ഞു. ഈ കാഴ്ചകൾ കണ്ടതുകൊണ്ട് കാണേണ്ട വസ്തു എന്തോ അതിനെ കാണുന്നില്ല. കാഴ്ചകൾ കണ്ടു കണ്ടിങ്ങ് നിങ്ങൾ കാണേണ്ടതെങ്ങോ മറഞ്ഞു. നമുക്ക് കാണേണ്ടതായ പരമലക്ഷ്യം അറിയില്ല. ആ ലക്ഷ്യം എവിടെയാണ്, അതെന്താണ് എന്നാണ് നാം അറിയേണ്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്തെന്നറിഞ്ഞാൽ അതിനു വേണ്ടിയുള്ള ശ്രമമല്ലേ നാം ചെയ്യേണ്ടത്. അതാണ് ആ ലക്ഷ്യം പുറത്തല്ല അടുത്താണ് അകത്താണ്. നമുക്ക് നേടേണ്ടതായ അനുഭവിക്കേണ്ടതായ ലക്ഷ്യം പുറത്തല്ല അടുത്താണ് അകത്താണ്. അതെന്താണ് ലക്ഷ്യവസ്തു? അനശ്വരാത്മാനന്ദ വസ്തു. അനശ്വരമായിരിക്കുന്ന ആനന്ദസ്വരൂപിയായിരിക്കുന്ന ആത്മാവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. അതിനെ അറിയലാണ്, അതിനെ അനുഭവിക്കലാണ്, അതിനെ കണ്ടെത്തി അത് അനുഭവവേദ്യമായി തീരലാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയല്ല നാം ഇപ്പോൾ ചെയ്യുന്ന ഓരോന്നും. പല കാഴ്ചകളും കാണുന്നു, പലതും സ്വന്തമാക്കുന്നു, ചിലതും എൻ്റേതാണെന്ന് അഭിമാനിക്കുന്നു. ഇവയൊന്നും തന്നെ എൻ്റേതല്ല എന്ന് നമുക്ക് ബോധ്യം വരുന്ന ഒരു സമയമുണ്ടാകും. എൻ്റെ ഇച്ഛപ്രകാരം എൻ്റെ വസ്തുക്കൾ എനിക്ക് അനുഭവിക്കാൻ പറ്റുമെങ്കിൽ അതെൻ്റേതെന്ന് പറയാം. എന്നാൽ ഈ ലോകത്തിലെ ഒരു വസ്തുവും എൻ്റേതല്ല വാസ്തവത്തിൽ. അത് വരുന്നു, അനുഭവിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കാഴ്ചകൾ കണ്ടു കണ്ടിങ്ങ് നിങ്ങൾ കാണേണ്ടതെങ്ങോ മറഞ്ഞു. കാണേണ്ട വസ്തു എന്തോ അതിന് നമ്മൾ അറിയുന്നില്ല, അത് മറഞ്ഞുപോയി. കാണേണ്ട വസ്തു, കാണേണ്ടാത്തതായ നശ്വരമായ വസ്തുക്കളാണ് ഈ കാഴ്ചകളൊക്കെ. ഇതിൽ ഭ്രമിച്ച് അത് നാം കാണുന്നില്ല. കാഴ്ചകൾ കണ്ടു കണ്ടിങ്ങ് നിങ്ങൾ കാണേണ്ടതെങ്ങോ മറഞ്ഞു, ലക്ഷ്യം പുറത്തല്ലടുത്താണ് അകത്താണ്. നമ്മുടെ ലക്ഷ്യം പുറത്തല്ല അടുത്തല്ല. ലക്ഷ്യം പുറത്തല്ല അടുത്താണ് അകത്താണ്. അതെന്താണ്? അനശ്വരാത്മാനന്ദ വസ്തു. ഒരിക്കലും നശിക്കാത്ത ആനന്ദസ്വരൂപിയായിരിക്കുന്ന വസ്തു നമ്മുടെ അകത്താണ്. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നിരന്തരം തന്നിൽ താനായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പരമസത്യത്തെ അന്വേഷിച്ച് കണ്ടെത്തൂ. അപ്പോൾ ഞാൻ എന്നത് അവിടെ ഉണ്ടാവുകയില്ല. തൽസ്ഥാനത്ത് പിന്നെന്തായിരിക്കും? അനശ്വരമായ ആത്മാനന്ദ വസ്തു തന്നിൽ നിറഞ്ഞിരിക്കുന്നതായി നമുക്കനുഭവമാകും. കാഴ്ചകൾ കണ്ടു കണ്ടിങ്ങ് നിങ്ങൾ കാണേണ്ടതെങ്ങോ മറഞ്ഞു.
ലക്ഷ്യം പുറത്തല്ലടുത്താണ് അകത്താണ് അനശ്വരാത്മാനന്ദ വസ്തു.